ഷീജ, ഗുഡ് മോർണിംഗ്. കേന്ദ്ര ബജറ്റിൽ വലിയ അവഗണനയാണ് നമ്മുടെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നത്. നമ്മുടെ സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിലില്ലേ എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന് നേരെ കേരളം ഉയർത്തുന്നത്. ഇന്ന് CPIM കരിദിനമായി ആചരിക്കുകയാണ് സംസ്ഥാനത്ത്. പ്രതിഷേധം എങ്ങനെയാണ് ഷീജ? ഗുഡ് മോർണിംഗ് മനു. അതായത് ഈ കേന്ദ്ര ബജറ്റിൽ കേരളം മുന്നോട്ട് വെച്ചിരുന്നത്, കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നത് 29 ആവശ്യങ്ങളായിരുന്നു. പക്ഷേ ഈ 29 ആവശ്യങ്ങളും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് ഒരു തരത്തിലും കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന പദ്ധതികളാകട്ടെ അല്ലെങ്കിൽ പുതിയ വികസനക്ഷേമ പദ്ധതികളാകട്ടെ അതിനുള്ള സഹായം അങ്ങനെ ഒന്നും തന്നെ കേരളത്തിന് അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യഘട്ട പ്രതിഷേധം എന്ന നിലയിലാണ് ഇന്ന് കരിദിനം ആചരിക്കുന്നത്. ആ കരിദിനം ആചരിക്കുന്ന ഇന്ന് എല്ലാ ബൂത്ത് കേന്ദ്രങ്ങളിലും കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ബൂത്ത് കേന്ദ്രങ്ങളിലും വിവിധ സമയങ്ങളിലായി തന്നെ ഈ കരിങ്കൊടി ഉയർത്തിയുള്ള പ്രതിഷേധം നടക്കുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIM മുന്നോട്ട് വയ്ക്കുന്നത് കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കാരണം ആ രീതിയിലാണ് എല്ലാ മേഖലയിലും കേരളത്തോട് കടുത്ത അവഗണന മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലുള്ളൊരു ശക്തമായ പ്രതിഷേധം അത് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ CPIM ലക്ഷ്യമിടുന്നതും. ഇത് ആദ്യഘട്ട പ്രതിഷേധം മാത്രമാണ്. ഇതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി തന്നെ നടത്തി മുന്നോട്ട് പോകുക, ആ പ്രതിഷേധം അത് കേന്ദ്രത്തെ കൃത്യമായ രീതിയിൽ തന്നെ അറിയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിലായിട്ടാണ് ബൂത്ത് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിലായി ആരംഭിക്കുന്നതായിരിക്കും മനു. ഷീജ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ അവഗണന, അതിന്റെ പുറകിലെ BJPയുടെ കേരള വിരുദ്ധ രാഷ്ട്രീയം, അത് രാഷ്ട്രീയമായി തന്നെ തുറന്നു കാട്ടുക എന്നതാണോ CPIM ലക്ഷ്യമിടുന്നത് ഇന്നത്തെ കരിദിനാചരണത്തിലൂടെ? തീർച്ചയായും മനു. കാരണം സ്വാഭാവികമായും എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള വിഹിതങ്ങൾ നൽകുമ്പോൾ കേരളത്തോട് മാത്രമാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നത്. അത് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി കേരളം എന്നുള്ളൊരു സംസ്ഥാനം ഒരു സർക്കാർ അടക്കം ദില്ലിയിൽ പോയി സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു മന്ത്രിസഭ ഒന്നടങ്കം സമരം ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ആ രീതിയിൽ ഉള്ള ശക്തമായ പ്രതിഷേധം തുടരുന്ന ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര ബജറ്റിലും സംസ്ഥാനത്തിന്റെ ഒരു പ്രതീക്ഷ കേന്ദ്ര ബജറ്റായിരുന്നു. ആ കേന്ദ്ര ബജറ്റിലെങ്കിലും സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ചിലതെങ്കിലും പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു സംസ്ഥാനത്തിനുണ്ടായിരുന്നത്. പക്ഷേ ബജറ്റിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം തന്നെയാണ് കേരളത്തോട് കേന്ദ്രം കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം അത് കൃത്യമായ രീതിയിൽ തന്നെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം അത് CPIM എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ബൂത്ത് കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് കേന്ദ്രം സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ളൊരു ചിത്രം അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ പ്രതിഷേധവുമായി CPIM മുന്നോട്ട് പോകുക. മനു, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഷീജ. കാരണം ഇപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും ഇലക്ഷൻ സമയമാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും എങ്കിലും ഉണ്ടാകും കേരളത്തിന് വേണ്ടിയിട്ടെന്നായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഷീജയ്ക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ BJP നേതാക്കൾ ബജറ്റ് കാണാനിരുന്നത് എങ്ങനെയാണ്? ലഡുവും പടക്കങ്ങളും ഒക്കെ ആയിട്ട് ബജറ്റ് കാണാനിരുന്നതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ലഡുവൊക്കെ വിതരണം ചെയ്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനായിരുന്നു പ്ലാന്. പക്ഷേ അതൊക്കെ ഒഴിവാക്കി അവർക്ക് തലകുനിച്ച് പോകേണ്ടി വന്നു. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ബജറ്റ് ഇവിടെ BJPയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയില്ലേ? കൃത്യമായി ഇതുവരെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തു തന്നു എന്ന് വിശദീകരിക്കാൻ കേരളത്തിലെ BJP നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ ഷീജ? അതുകൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? തീർച്ചയായും മനു, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് BJP വലിയ തോതിൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ഈ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുൻധാരണ പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോയത്. അവർക്കടക്കം കനത്ത രീതിയിലുള്ളൊരു തിരിച്ചടിയാണ് ഈ ബജറ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ബജറ്റിൽ കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണം അതിന് പോലും മുതിരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. ഈ
ബജറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നുള്ള പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ പൊതുവെ നേതാക്കൾ സ്വീകരിക്കുന്നത് തന്നെ. നമുക്കറിയാം ഇതുവരെയുള്ള ബജറ്റുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കീഴ്വഴക്കം BJP-യിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ കേന്ദ്ര ബജറ്റിന്റെ സമയത്ത് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ സ്ക്രീനൊക്കെ വെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഇരുന്ന് ബജറ്റ് കാണുക. അതോടൊപ്പം തന്നെ ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ബജറ്റിൽ സ്വാഭാവികമായും കേരളത്തിനുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് പടക്കം പൊട്ടിക്കുക അതുള്ളതെല്ലാം അങ്ങനെയെല്ലാം സജ്ജമാക്കിയായിരുന്നു BJP സംസ്ഥാന നേതൃത്വം ഇത്തവണ ഈ ബജറ്റ് ദിവസം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കാര്യം. സുരേഷ് ഗോപി എയിംസിന്റെ കാര്യത്തിൽ എയിംസ് എന്തായാലും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എവിടെ എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന് തർക്കമുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം പാളിപ്പോകുന്നത് തന്നെയായിരുന്നു ആ ബജറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ആവശ്യം പോലും കേരളത്തിന്റെ പരിഗണിക്കാത്ത അത്രത്തോളം കേരളത്തോട് അവഗണനയുള്ള ഒരു ബജറ്റ് മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇത്തവണ കാണാൻ സാധിച്ചത്. അതിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ആയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന BJP നേതൃത്വം കൂടിയായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു. കാരണം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് പോലും തയ്യാറാകാത്തൊരു സാഹചര്യമാണ് BJP-ക്കുള്ളിൽ നിലനിൽക്കുന്നത്.